ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ബീർ ബഹൂട്ടി എന്ന പാഠഭാഗത്തിൻ്റെ ഹിന്ദിയിലുള്ള ആശയമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതിൽ ഞാൻ 2 രീതിയിലാണ് ആശയം അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ലെസൻ്റെ ഫുള്ളായിട്ടുള്ള ആശയം ഒരു പേജിൽ കൊള്ളുന്നത് പോലെ ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെസൺ വായിച്ചാൽ അറിയാം, ഓരോ സീനായിട്ടാണ് 6 സീനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സീൻ ബൈ സീനായിട്ടുള്ള ഹിന്ദിയിലുള്ള ആശയവും നിങ്ങൾക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലെസൺ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മലയാളത്തിൻ്റെ സമ്മറി എന്ന് പറയാം. ഈ ലെസൺ എന്താണ്? ലെസൻ്റെ പേര് ബീർ ബഹൂട്ടി എന്നാണ്. ഈ പിക്ചറിലൊക്കെ കാണുന്നത് പോലെ തന്നെ കണ്ടോ, ചുവന്ന നിറത്തിലുള്ള ഈ ചുവന്ന നിറത്തിലുള്ള ഈ ഒരു പ്രാണീനെയാണ് എന്ത് പറയുന്നത്? ബീർ ബഹൂട്ടി അല്ലെങ്കിൽ ഇന്ദ്രഗോപങ്ങൾ എന്ന് പറയുന്നത്. ഇതധികവും നമ്മൾ കണ്ടുവരുന്നത് എവിടെയാണ്? മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആ നനവുള്ള പാടങ്ങളിൽ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ഈ പിക്ചർ കണ്ടറിയാം, എന്താണ്, ഒരു വെൽവെറ്റ് പോലെയാണ് അതിൻ്റെ ശരീരം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭയങ്കര മുലായം അല്ലെങ്കിൽ സോഫ്റ്റാണ് അതിൻ്റെ ശരീരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്താണ്? അതിൻ്റെ കളറ് ലാൽ രംഗ് അല്ലേ, റെഡ് കളേർഡാണ് ബീർ ബഹൂട്ടി. അപ്പോൾ ബീർ ബഹൂട്ടിനെ പറ്റി നിങ്ങൾക്ക് ചോദിച്ചാൽ ഈ 2 കാര്യങ്ങളും എഴുതാൻ പറ്റും. എന്തൊക്കെയാണ്? ലാൽ രംഗാണ്, അതുപോലെ തന്നെ മുലായം ആണ് അല്ലേ, സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അതാണ് ഈ കഥയുടെ പേര്. ഈ കഥയിൽ 2 ഫ്രണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. ആരൊക്കെയാണ്? പെൺകുട്ടിയുടെ പേര് ബേല എന്നാണ്, ആൺകുട്ടിയുടെ പേരെന്താണ്? സാഹിൽ എന്നാണ്. ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നത് തൊട്ടാണ് ഈ ഒരു കഥ തുടങ്ങുന്നത് അല്ലേ. സ്കൂളിലേക്ക് പോകുമ്പോൾ മഴ പെയ്തൊരു ദിവസം എന്താ അവർ ചെയ്യുന്നത്? രണ്ടുപേരും സ്കൂളിൽ പോകുന്ന വഴിയിലുള്ള ഒരു മൈതാനത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അവർ ബീർ ബഹൂട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂൾ ബെല്ലടിക്കുന്നത്. സ്കൂൾ ബെല്ലടിക്കുന്നുണ്ട്. സാഹിൽ അപ്പോഴാണ് ഓർമ്മ വരുന്നത് എന്ത്? അവൻ്റെ പേനയിൽ മഷി നിറയ്ക്കണമെന്ന്. അവൻ കടയിലേക്ക് പോയിട്ട് പെന്നിൽ മഷി നിറയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മഷി നിറയ്ക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? കയ്യിലുള്ള പേനയിലുള്ള ബാക്കിയുള്ള മഷിയൊക്കെ കുടഞ്ഞു കളയുന്നുണ്ട്. അപ്പോൾ ആ കടയിലെത്തിയപ്പോൾ ആ ദുക്കാൻദാർ, ആ ഷോപ്പ് കീപ്പർ അല്ലേ, കടയിലെ ആൾ എന്ത് പറയുന്നു? അയ്യോ, ഇപ്പം തന്നെയാണല്ലോ മഷി തീർന്നു പോയത് എന്ന് പറയുന്നു. അപ്പോൾ കയ്യിലുള്ള പേനയിൽ ആകെയുള്ള മഷിയും കളഞ്ഞു എന്ന് പറയുമ്പോൾ ആ ദുക്കാൻദാർ, ആ ഷോപ്പ് കീപ്പർ എന്ത് പറയുന്നുണ്ട്? മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള കുടത്തിലെ വെള്ളം കൂടി കമഴ്ത്തിക്കളയരുത് അല്ലേ. അപ്പോൾ ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കയ്യിലുള്ളത് കളയരുത് എന്ന് അയാൾ ഉപദേശിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, സ്കൂളിലെത്തുന്നുണ്ട്. സ്കൂളിൽ PT പീരീഡ് കഴിഞ്ഞാൽ അല്ലേ, സുരേന്ദ്ര സാറിൻ്റെ പീരീഡാണ്. സുരേന്ദ്ര സാറ് ആ സമയത്ത് എന്ത് നോക്കും? സുരേന്ദ്ര സാറ് അവരുടെ കോപ്പിയൊക്കെ നോക്കും. കോപ്പി നോക്കുമ്പോൾ ബേലയ്ക്ക് വഴക്ക് കിട്ടുന്നുണ്ട്. അവളുടെ കയ്യിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ കൂടി അവൾക്ക് എന്താണ്, ശിക്ഷ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ബേലയ്ക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ദീപാവലിയുടെ ചുട്ടിയാം, ദീപാവലിയുടെ അവധി ദിനങ്ങൾ തുടങ്ങിയല്ലേ. അപ്പോൾ തന്നെ എന്താണ്, ബേല വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വീഴുന്നുണ്ട്. അവളുടെ തലയിലൊരു വെള്ള തുണി കൊണ്ട് കെട്ടുന്നുണ്ട് അല്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ അവളെ പലരും സുൽത്താന ടാക്കു എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. തന്നെ എന്താണ്, ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം സാഹിൽ തൻ്റെ വീടിൻ്റെ വേപ്പിൻ്റെ മുകളിൽ ആടാൻ ശ്രമിക്കുന്നുണ്ട്. അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ആടാൻ നോക്കുന്നത്. അപ്പോൾ ആ സ്റ്റൂളിൻ്റെ മുകളിലുള്ള ആണി തറച്ചിട്ട് അവന് മുറിവ് പറ്റുന്നുണ്ട്. അവനും ഹോസ്പിറ്റലിൽ പോകുന്നു. അവൻ്റെ കാലിന് മുകളിലും ഇതുപോലെ ഒരു വെള്ള കെട്ട് വരുന്നുണ്ട്. പിന്നെ സ്കൂളിൽ കാണുമ്പോഴെന്താണ്, ഒരാളുടെ തലയിൽ ഒരാളുടെ തലയിലും കെട്ടുണ്ട്, ഒരാളുടെ കാലിലും കെട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയമാണ് അല്ലേ. 5ാം ക്ലാസ് വരെ ബേലയുടെയും സാഹിലിൻ്റെയും സ്കൂളുള്ളൂ. റിസൾട്ട് വന്നതോടുകൂടി ബേല വേറെ സ്കൂളിലേക്ക്, രാജകീയ കന്യാ പാഠശാലയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സാഹിൽ അജ്മീറിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി രണ്ടുപേരും 2 വഴിക്ക് പിരിയേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഒരു ഷോർട്ടായിട്ടുള്ള മലയാളത്തിലുള്ള സമ്മറി. നമുക്കിനി ഹിന്ദി സമ്മറി നോക്കാം. 5वीं कक्षा में पढ़ते बेला और साहिल अच्छे दोस्त है. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേലയും സാഹിലും വളരെ നല്ല കൂട്ടുകാരാണ്. അച്ഛേ ദോസ്ത് ഹേ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കൂട്ടുകാരാണ്.
वे साथ साथ സ്കൂൾ ചലത്തെ ഹേ और सब काम करते हैं. അവർ സാത്ത് സാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുമിച്ച്. അവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരൊരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. സാഹിൽ എഴുതുമ്പോൾ ബേലയും എഴുതും, അല്ലെങ്കിൽ ബേല കളിക്കുമ്പോൾ സാഹിലും കളിക്കും. അപ്പോൾ അത്രയ്ക്കും ഉറ്റ കൂട്ടുകാരാണ് ബേലയും സാഹിലും. ബാരിഷ് കെ ദിനോ മേ വേ खेतों में बीर ബഹൂട്ടിയോं को खोजा करते थे. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. മഴയുള്ള ദിവസങ്ങളിൽ ഖേത്തോമേ, ഖേത്ത് എന്ന് പറഞ്ഞാൽ ഫീൽഡ്, പാടങ്ങൾ അല്ലേ. പാടങ്ങളിലൊക്കെ പോയിട്ട് അവർ എന്ത് തിരയുമെന്നാണ് പറയുന്നത്, ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചുവന്ന നിറത്തിലുള്ള ഇന്ദ്രഗോപങ്ങളെയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ബാരിഷ് കെ ദിനോ മേ വേ ഖേത്തോ മേ ബീർ ബഹൂട്ടിയോ കോ കോജാ കർത്തേ തേ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. മഴയുള്ള ദിവസങ്ങളിൽ വേ ഖേത്തോ മേ, അവർ പാടത്തൊക്കെ പോയിട്ട് ബീർ ബഹൂട്ടിയോ കോ കോജാ കർത്തേ തേ. ബീർ ബഹൂട്ടി ഇന്ദ്രഗോപങ്ങളെ ഖോജാ കർത്തി, ഖോജന എന്ന് പറഞ്ഞാൽ തിരയുക. അപ്പം ഇന്ദ്രഗോപങ്ങളെ അവർ ആ പാടത്തൊക്കെ പോയി തിരയാറുണ്ട്. लाल रंग की मुलायम ബീർ ബഹൂട്ടിയോ को देखना उनका പ്രിയ വിനോദത്ത. ഏത് കളറാണ് ബീർ ബഹൂട്ടി? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചുവന്ന നിറമാണ്, ലാൽ രംഗാണ്. മുലായമാണെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ശരീരം വെൽവെറ്റ് പോലെ, തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് അല്ലേ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ളതാണ് ഈ ഇന്ദ്രഗോപങ്ങൾ അല്ലേ. അപ്പോൾ അവയെ കാണുക എന്നുള്ളത് ബേലയ്ക്കും സാഹിലിനും വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. पढ़ना लिखना खेलना पेन में स्याही भरना आदि सभी काम वे एक मन से करते थे. പഠന, പഠിക്കുക, ലിഖ്ന എഴുതുക, കേൽന കളിക്കുക, പെൻമേ സ്യാഹി ഭർണ പേനയിൽ, സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താ, മഷി. പേനയിൽ മഷി നിറയ്ക്കുക എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് ഒരുപോലെയാണ് ചെയ്യാറ്. गणित के मार्ट साहब बेला से बुरा व्यवहार करते वक्त दोनों दुखी हो गए. ഗണിത് എടുക്കുന്ന മാട്ട് സാബ് ബേലയോട് എന്ത് ചെയ്യുന്നു, ബുരാ വ്യവഹാർ, അവളുടെ മുടിക്ക് പിടിക്കുന്നുണ്ട് അല്ലേ, അവൾക്ക് ശിക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ബുരാ വ്യവഹാർ എന്ന് പറയുന്നുണ്ട്. ബുരാ വ്യവഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ബേലയ്ക്ക് കാര്യമില്ലാതെ അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയപ്പോൾ ബേലയും സാഹിലും ഒരുപോലെ ദുഃഖിതരാവുന്നുണ്ട്. ദീപാവലി की छुट्टियों में बेला के सिर पर चोट लगी. ദീപാവലി അല്ലേ, നമ്മുടെ നാട്ടിലൊന്നും അത്ര ആഘോഷമല്ലെങ്കിലും പുറമെയൊക്കെ വളരെ ആഘോഷമാണ്, വളരെ നല്ല രീതിയിലുള്ള ആഘോഷമാണ് ദീപാവലി. അപ്പോൾ ദീപാവലിയുടെ ആ അവധികളിൽ ബേലയുടെ സിർപ്പർ, തലയിൽ എന്താ ഉണ്ടായത്, ചോട്ട് ലഗ്ന എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റി. അപ്പോൾ ബേലയുടെ നെറ്റിമേൽ ഒരു മുറിവ് പറ്റി. വഹ് ഛത് സേ ഗിർ ഗയി. എങ്ങനെയാണ് അവൾക്ക് മുറിവ് പറ്റിയത്? ഛത് സേ ഗിർന എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ നിന്ന് അവൾ താഴേക്ക് വീണു അല്ലേ, തട്ടിൻ പുറത്ത് നിന്ന് അവൾ താഴേക്ക് വീണു. സിർ പർ പട്ടി ബാന്ധ് വ സാഹിൽ और अन्य बच्चों के साथ खेलती है. അപ്പോൾ മുറിവ് പറ്റിയാൽ എന്താണ്, തലയിൽ നമ്മൾ ഒരു കെട്ട് കെട്ടി അല്ലേ. അവൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവളുടെ നെറ്റിയുടെ മുകളിൽ മുറിവ് പറ്റിയ കാരണം ഒരു വെള്ള തുണി കൊണ്ട് അവളുടെ തലയുടെ മുകളിലൊരു കെട്ടുണ്ട്. അപ്പോൾ ആ പട്ടി ആ ഒരു കെട്ടും വെച്ചിട്ടാണ് അവൾ എല്ലാവരെയും കൂടെ കളിക്കുന്നത്. കുछ दिनों के बाद സാഹിൽ की पिंडली में एक कील लग गई. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹിൽ എന്താ ചെയ്തിരുന്നത്, സാഹിൽ തൻ്റെ വീട്ടിലെ ആര്യവേപ്പിൻ്റെ ശിഖരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി ആടുകയായിരുന്നു. അപ്പോൾ അവനൊരു സ്റ്റൂളിൻ്റെ സഹായത്തോടെയാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റൂളിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ആണി അവൻ്റെ കാൽമുട്ടിൻ്റെ ബാക്കിലുള്ള മാംസത്തിൽ തറച്ചു കയറി. ഉസ്കി പിണ്ട്ലി മേ ബി പട്ടി ബന്ദി ഹുയി ഹെ. അപ്പോൾ ഇപ്പോൾ എന്താണ്, സാഹിലിൻ്റെ കാലിൻ്റെ മുകളിലും എന്താണ്, ഇപ്പോൾ ഒരു വെള്ള തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. സഫേദ് പട്ടി വാലെ ദോനും സബ് കഹി സാത്ത് സാത്ത് ഹി ദിക്കായി പട്ടേ. ഇപ്പോൾ എന്താണ്, ഫ്രണ്ട്സായ ബേലയുടെ തലയുടെ മുകളിലും സാഹിലിൻ്റെ കാലിൻ്റെ മുകളിലും വെള്ള തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ള തുണി കെട്ടിയ രണ്ടുപേരെയും എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് കാണാമായിരുന്നു. ഉൻകാ സ്കൂൾ 5വീं തക് താ. അവരുടെ സ്കൂൾ എത്ര വരെയുള്ളൂ, അവർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. 5ാം ക്ലാസ് വരെ തന്നെ ആ സ്കൂളുമുള്ളൂ. 5वीं से 6वीं तक आते वक्त दोनों को अलग अलग स्कूलों में जाना पड़ा. 5ൽ നിന്ന് 6ലേക്ക് ജയിച്ചപ്പോൾ എന്താ ഉണ്ടായത്, ബേല വേറെ സ്കൂളിലേക്കും സാഹിലിന് വേറെ സ്കൂളിലേക്കും പോകേണ്ടി വരുന്നു.
हृदय में वेदा और आंखों में आंसू भरकर बेला और സാഹിൽ വിപരീത ദിശയ്ക്ക് ഓർ ചലേ. ഹൃദയത്തിൽ വളരെയധികം സങ്കടം അല്ലേ, സങ്കടം കൊണ്ട് നിറഞ്ഞു. അവർ അത്രയധികം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ കണ്ണൊക്കെ എന്താണ്, കണ്ണീര് കൊണ്ട് നിറഞ്ഞിരുന്നു. ബേല ഒരു വഴിക്കും സാഹിൽ വേറൊരു വഴിക്കും തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെയാണ് ഈ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നോക്കാം. ദൃശ്യ ഏക്. ഫസ്റ്റ് വൺ, ബേല ഓർ സാഹിൽ ബീർ ബഹൂട്ടിയോക്കോ കോച്ച്തേ ഹെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ചെറിയ സമ്മറിയിൽ പറഞ്ഞു, ബേലയും സാഹിലും എന്താ ചെയ്യുന്നത്, ഈ പിക്ചറിൽ കാണുന്നത് പോലെ ബീർ ബഹൂട്ടിനെ തിരഞ്ഞ് നടക്കും. ബീർ ബഹൂട്ടി ക രംഗ് കെ ബാരെ മേ കഹത്തെ ഹെ. ബീർ ബഹൂട്ടിയുടെ എന്തിനെ പറ്റി പറയുന്നു, നിറത്തിനെ പറ്റി പറയുന്നു. ബീർ ബഹൂട്ടി ഏതാണ് നിറം, ചുവന്ന നിറമാണ്. സ്കൂൾ സെ പെഹലി ഗണ്ടി ബജ്നെ കി ആവാസ് ആത്തി ഹെ. അപ്പോൾ ആദ്യത്തെ സീനിൽ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ട്, അവർ ഈ ബീർ ബഹൂട്ടിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിലെ ബെല്ലടിക്കുന്നത്. പെൻമേ സ്യാഹി ഭർവാനെ കെ ലിയെ ദുക്കാൻ ജാത്തെ ഹെ. പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി അവരെങ്ങോട്ട് പോകുന്നു, അവർ കടയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ദൃശ്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ദൃശ്യത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ദുക്കാൻ പहुंचने से पहले സാഹിൽ പെൻ കാ സ്യാഹി ജമീൻ പർ ചിടക്താ ഹെ. കടയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സാഹിൽ എന്താ ചെയ്യുന്നത്, ആ മഷിയിൽ, പണ്ടൊക്കെ മഷി നിറയ്ക്കുന്ന പെന്നാണല്ലേ, ഇങ്ക് പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സാഹിൽ എന്ത് ചെയ്യുന്നു, ആ പേനയിൽ ബാക്കിയുള്ള മഷി അവൻ നിലത്ത് കുടഞ്ഞു കളയുന്നു അല്ലേ. എന്തായാലും മഷി നിറയ്ക്കാൻ പോവുക, അപ്പോൾ ബാക്കിയുള്ള മഷി കൂടി പോട്ടെ എന്ന് വിചാരിച്ച് അവനത് കുടഞ്ഞു കളയുന്നു. ദുക്കാൻ മേ സ്യാഹി ഖത്തം ഹോ ഗയാ ഹെ. അവൻ അവിടെ ചെന്നിട്ട് ആ ഷോപ്പ് കീപ്പറോട് അല്ലേ, കടക്കാരനോട് പറയുന്നുണ്ട് ആ പേനയിൽ മഷി നിറച്ച് തരാൻ. പക്ഷേ അയാൾ എന്ത് പറയുന്നു, ഇപ്പം തന്നെ അയ്യോ മഷി കഴിഞ്ഞു പോയല്ലോ എന്ന് അയാൾ പറയുന്നു. അവിടെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ്, ബാദൽ കോ ദേക്കർ ഗഡേക്കോ നഹി ദുലാന ചാഹിയെ. അപ്പോൾ മഴക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ദിൽക്കോ ദേക്കർ അല്ലെ, മഴമേഘം, കാർമേഘം അല്ലെങ്കിൽ മഴക്കോള് കണ്ടിട്ട് ഒരിക്കലും കുടത്തിൽ ഉള്ള കുറച്ച് വെള്ളം നിങ്ങൾ കമഴ്ത്തി കളയരുത് അല്ലേ. സാഹിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, എന്തായാലും കടയിൽ നിന്ന് ഇങ്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് ഇങ്ക് ഉണ്ടായിരുന്നത് കൂടി അവൻ കളയുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ഇനി സ്കൂളിൽ പോയി എഴുതാൻ പേനയിൽ മഷിയില്ല. അപ്പോൾ ഒരിക്കലും ഒരു കാര്യം കിട്ടുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കയ്യിൽ ഉള്ളത് കൂടി കളയരുത് എന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ഗണിത് കെ മാഡ് സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താ ഹെ. ഗണിത് സാറിൻ്റെ പീരീഡ് എപ്പോഴാണ്, ഖേൽ ഘണ്ടി കെ ബാദ്, അതായത് PT പീരീഡിന് ശേഷം അല്ലേ. PT പീരീഡിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത്. മാഡ് സാബ് കോപ്പി ജാഞ്ച്താ ഹെ. അപ്പോൾ ആ പീരീഡ് അദ്ദേഹം എന്താ ചെയ്യുന്നത്, കുട്ടികൾ എഴുതിയ കോപ്പിയൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ജറാസി ഗൽത്തി പർ ബച്ചോं को डांटता है. ഇത്തിരിയെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചെറിയൊരു തെറ്റിന് പോലും അദ്ദേഹം വളരെ വലിയ ശിക്ഷയാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ബേല കി കിതാബ് മേ ഗൽത്തി നഹി തി ഫിർ ബി സുരേന്ദർ ജിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ. ബേലയുടെ പുസ്തകം നോക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തോ തെറ്റ് തോന്നിയതുകൊണ്ട് അദ്ദേഹം അവളുടെ മുടിക്ക് പിടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും തെറ്റില്ലാഞ്ഞിട്ട് കൂടി ബേലയ്ക്ക് ശിക്ഷ കിട്ടിയെന്നാണ് പറയുന്നത്. ബേലാക്കോ ബഹുത് ദുഃഖ് ഹുയി. ബേല വളരെയധികം സങ്കടപ്പെട്ടു. സാഹിൽ സെ നസർ നഹി മിലാപ്പായി. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിനല്ല, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് അവൾക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് അവൾക്ക് വളരെയധികം സങ്കടം തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്, മൂന്നാമത്തെ ദൃശ്യത്തിൽ വരുന്നത്. ഈ നാലാമത്തെ ദൃശ്യത്തിൽ എന്താ പറയുന്നത്, ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ് സ്കൂൾ ഖുല. അപ്പോൾ ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂള് തുറന്നു. ബേല കി സിർ പർ സഫേദ് പട്ടി ബാന്തി തി. ബേലയുടെ തലയിൽ ഒരു വെള്ള കെട്ടുണ്ടായിരുന്നു അല്ലേ. ബച്ചെ മസാഗ് ഉഡാ രഹേ തെ. കുട്ടികളൊക്കെ മസാഗ് എന്ന് പറഞ്ഞാൽ എന്താ, അവളെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അവളുടെ തലയിലെ ആ കെട്ട് കണ്ടിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ബേലയുടെ തലയിൽ ആ കെട്ട് വന്നത്, അവളുടെ വീടിൻ്റെ തട്ടിൻ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെയാണ് നെറ്റിയിൽ മുറിവ് പറ്റുന്നത്, തലയിൽ മുറിവ് പറ്റുന്നത്. സാഹിൽ ഓർ ബേല ഏക് സാത്ത് ലങ്ഡി ടാങ്ക് ഖേൽത്തെ ഹെ. സാഹിലും ബേലയും ഒരുമിച്ച് ലങ്ഡി ടാങ്ക് അല്ലെ, കൊച്ചം കുത്തി കളിക്കുന്നുണ്ട്. അടുത്ത് പറയുന്ന അഞ്ചാമത്തെ ദൃശ്യമാണ്. രവിവാർ കെ ദിൻ സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേഡ് കി ഡാലി പർ ജൂം രഹാത്ത. രവിവാർ, ഒരു ഞായറാഴ്ച ദിവസം സാഹിൽ അവൻ്റെ വീടിൻ്റെ ആര്യവേപ്പിൻ്റെ ശിഖരത്തിൻ്റെ മുകളിൽ അങ്ങനെ ആടുകയായിരുന്നു അല്ലേ.
വഹി സ്റ്റൂൾ പെർ ചട്കർ ജൂൾത്താത്ത, ഒരു സ്റ്റൂളിൻ്റെ സഹായത്തോടു കൂടിയാണ് അവൻ ആ നീം അല്ലേ നീമിൻ്റെ മരത്തിൻ്റെ ആ ശിഖരം അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെ അവിടേക്ക് എത്താറ്. ടൂട്ടി സ്റ്റൂൾ കി ഏക് കീൽ ഉസ്കി പിണ്ട്ലി മേ ലഗ് ഗയി, ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി അല്ലേ അവൻ്റെ പിണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ, ആ കാലിൻ്റെ മുട്ടിലെ പുറകു ഭാഗത്തിലുള്ള മാംസത്തിൽ തറച്ച് കയറി. ഉസെ അസ്പത്താൽ ലേ ഗയ, അവനെ അപ്പോൾ തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അസ്പത്താൽ മേ ബേല കോ ദേക്ക, ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൻ ആരെയാണ് കണ്ടത്, ബേലയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ദൃശ്യം 5 വരുന്നത്. ഓക്കെ, സാഹിലിൻ്റെ കാലിൽ ആണി തറയ്ക്കുന്നു, അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഹോസ്പിറ്റലിൽ അവൻ ബേലയെ കാണുന്നു. ഇനി 6ാമത്തെ ദൃശ്യം, പാഞ്ച്വി കക്ഷ കാ റിസൾട്ട് ആ ഗയ, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ദൃശ്യമാണ്. പാഞ്ച്വി കക്ഷ കാ റിസൾട്ട് ആ ഗയ, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ഉൻകെ സ്കൂൾ പാഞ്ച്വി തഖീത്ത, അവരുടെ സ്കൂൾ എത്ര വരെയുള്ളൂ, 5ാം ക്ലാസ് വരെയുള്ളൂ. സാഹിലും ബേലയും ഇപ്പോൾ പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ്, 5ാം ക്ലാസ്സിലാണ്. അഗ്ലി സാൽ ബേല രാജകീയ കന്യാ പാഠശാലാമേ പഠേഗി, അടുത്ത കൊല്ലം അവൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ്, ബേല അവൾ രാജകീയ കന്യാ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അഗ്ലേ സാൽ സാഹിൽ അജ്മീർ മേ ഏക് ഹോസ്റ്റൽ മേ പഠേഗ, അടുത്ത കൊല്ലം സാഹിൽ എവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നത്, അജ്മീറിലെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ദോനോ അലഗ് ഹോഗയെ, അങ്ങനെ ആ റിസൾട്ട് വന്ന ദിവസം 2 പേര് 2 വഴിക്കായി പിരിഞ്ഞു. അത്രയും നല്ല കൂട്ടുകാരായിരുന്ന അവർ 6ാം ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളിലേക്ക് മാറി അല്ലേ. അപ്പം അങ്ങനെയാണ് ബീർ ബഹുട്ടി എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക്